തെരഞ്ഞെടുപ്പ് ഫലം സിപിഐഎമ്മിന്റെയോ എൽഡിഎഫിന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ലെന്നും മുന്നണി ശക്തമായി തിരിച്ചുവരുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എല്ലാം ചെയ്തെങ്കിലും സർക്കാർ മാറണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചുവെന്നും യുഡിഎഫിന് ക്രിയാത്മക പിന്തുണ നൽകുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന സിപിഐഎം നേതൃയോഗങ്ങളിൽ ഇന്നും സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം വെടിഞ്ഞത്. കണ്ണൂർ ശ്രീകണ്ഠാപുരം നെടിയങ്ങ സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലായിരുന്നു പിണറായിയുടെ പ്രതികരണം. ജനവിധി അംഗീകരിക്കുന്നതായും ഇത്തരം അനേകം പ്രതിസന്ധി ഘട്ടങ്ങൾ പാർട്ടി തരണം ചെയ്തിട്ടുണ്ടെന്നും കൂടുതൽ കരുത്തോടെ തിരിച്ചു വരുമെന്നും പിണറായി വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനിടയായി. അത് ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധി എഴുതിയത്. ആ ജനവിധി ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഈ പരാജയം സിപിഐഎമ്മിൻ്റെയോ എൽഡിഎഫിൻ്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. അതിനിടെ തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന സിപിഐഎം ഇടുക്കി, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഉടുമ്പൻചോലയിൽ എം മണിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ടെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കാൻ മണിയെ മാറ്റിയത് തിരിച്ചടിയായെന്നും ഇടുക്കി ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. മറ്റുള്ളവർക്ക് 2 ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയപ്പോഴും എം മണിയെ തഴഞ്ഞതായി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് വി ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ആര്യയെ വാഹനത്തിൽ കയറ്റിയപ്പോൾ സ്ത്രീകളടക്കമുള്ളവർ എതിർത്തുവെന്നും ജനങ്ങളുടെ പ്രതികരണം മോശമായിരുന്നുവെന്നും 1400 വോട്ടിൽ ലീഡ് പ്രതീക്ഷിച്ച ബൂത്തിൽ വെറും 5 വോട്ടിൽ ലീഡ് മാത്രമാണ് ലഭിച്ചതെന്നും വി ശിവൻകുട്ടി യോഗത്തിൽ വ്യക്തമാക്കിയതായാണ് വിവരം. അതേസമയം അമ്പുകൊണ്ട് നേതാക്കളെ സംരക്ഷിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് രംഗത്തെത്തി. വിജയപരാജയങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാത്രം ചുരുക്കിക്കാണേണ്ടതല്ലെന്ന് സ്വരാജ് വ്യക്തമാക്കി. സ്വാഭാവികമാണ്, വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും വരും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.